എന്തേ ഇന്ന് നീ ഒറ്റയ്ക്കുള്ളോ? അല്ലെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ളവരെ പിടിച്ച് നിന്റെ ഇടതുവശത്തും വലതുവശത്തൊക്കെ നിർത്തേണ്ടതാണല്ലോ. ഓ, എനിക്ക് നിൽക്കാൻ സ്പേസ് ഇട്ടതാണല്ലേ. ഗുഡ്, വെരി ഗുഡ്. നിർത്തേണ്ട സ്ഥലം അറിയാലോ അല്ലേ? രണ്ടുപേരുടെ നടുക്ക്. കൈവിട്ടെ, വെറുതെ. വേണ്ട. എന്ത്? ഒന്നും വേണ്ട. അതിന് ഞാനൊന്നും തരാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഓ, അല്ല, ഇപ്പോൾ തരാന്ന് പറഞ്ഞാലും എൻ്റെ കയ്യിൽ എൻ്റെ അമ്പൂരുള്ളൂ. ഈ അമ്പൂരിക്ക് എന്നെ തരാൻ പറ്റും? ഏ ഏ ഇവിടെ തന്നെ വേണോ മോനെ? വീട്ടിൽ പോകാൻ നോക്കട്ടാ. താങ്ക്സ്. അല്ല ആന്റി, അല്ല ചേച്ചിയാണോ ആന്റിയാണോ എന്ന് അറിയാൻ പാടില്ലാത്തോണ്ട്. സ്മൃതി. സ്മൃതി. എന്തേ? എൻ്റെ അമ്മയുടെ പേരും സ്മൃതിന്ന്. പാവം. അത്ര പാവ അമ്മയ്ക്ക് മോനി കാണിക്കുന്നാണ്ട് വിഷമാവില്ലേ? അമ്മ കാണുന്നുണ്ടല്ലോ. ദേ അവിടെ നിന്ന്. നിനക്കമ്മയില്ലേ? എനിക്ക് അച്ഛനുമില്ല. പക്ഷെ അവരെന്നെ കാത്തിരിക്കുന്നുണ്ടാവും. അവിടേക്ക് പോകാൻ നിൽക്കുമ്പോഴല്ലേ കറക്റ്റ് വന്ന് പിടിച്ച് ആ ഫ്ലോ അങ്ങ് പോയി. എടാ മണ്ട, അതിനിതിന്റെ പൊക്കത്ത് നിന്ന് കയറി വീണ ഒന്നും ചാവാനൊന്നും പോണില്ല. അതൊക്കെ എനിക്കറിയാം. അതിനല്ലേ ഈ ഡേ ഇത്. പക്ഷെ അവൾ അറിയണം ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു, ഇവിടുന്ന് ചാടിയെന്നു. ഓ, ലവ് ഫെയിലിയർ ആണല്ലേ? ലൈഫേ ഫെയിലിയർ. ഓ, നീ നമ്മളെ ഒന്നും അറിയിക്കാതെ ഒറ്റയ്ക്ക് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ തുടങ്ങിയില്ലേ? ഇല്ല. 3-4 മാസായി നീ. വിതയ്ക്കാനറിയാമെങ്കിലേ അത് കൊയ്യാൻ ഈ പ്രദീപിനും അറിയാം. കേട്ടോ? ചെല്ലേ. പോവാറായോ? എന്തിനാ അറിഞ്ഞിട്ട്? അമ്മയടുത്തേക്ക് പോകാനാണോ? ഏയ്, ആ മൂടൊക്കെ പോയി.
കുറച്ചുകൂടെ മദ്യം കിട്ടുമായിരുന്നെങ്കിൽ അടിച്ചിടന്ന് ഉറങ്ങാറുന്നു. സാധനം ഞാൻ തരാം, മരിക്കാനല്ല, പോയി കിടന്ന് ഉറങ്ങാൻ. ശരിക്കും? എക്സ്ട്രാ പേയ്മെന്റ് മേടിച്ചു കൊടുക്കുന്ന സാധനമാ, നിനക്ക് ഫ്രീ. അല്ല, വെള്ളവും ഗ്ലാസും. അതെ, എങ്ങോട്ടേക്ക് പോന്നേ? ഒന്ന് പതുക്കെ നടന്നൂടെ? അതെ, ഈ സമയത്ത് കടയൊന്നുണ്ടാവില്ലാട്ടോ. അതെ, ഇതാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്, ഈ സമയത്ത് കടയൊന്നും ഉണ്ടാവില്ല. അയ്യപ്പേട്ടാ, സ്ഥിരം കുടിക്കുവോ? ഇല്ല, ഇന്ന തുടക്കം. ഇന്നാർന്ന് അവസാനിക്കേണ്ടത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അല്ലേ ആ കൊച്ചിനെ? പിന്നെ 2 കൊല്ലം. ആ 2 കൊല്ലം കണ്ണടച്ച് തുറക്കുമ്പോഴല്ലേ പോയത്. അവളും അമ്മേനെ പോലെ തന്നെയാ, പാവ. അങ്ങനെ തലയ്ക്ക് പിടിച്ച പ്രേമം. പെട്ടെന്നൊരു ദിവസം അവള് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. 11 ദിവസം ഞാൻ കണ്ടിന്യൂസ് വിളിച്ചോണ്ടിരുന്നു. എനിക്ക് പിന്നെ മനസ്സിലായി, ഞാൻ അപ്പോഴെ ഒരു ദിവസം വിളിച്ചിട്ടുള്ളൂ. ബാക്കി 10 ദിവസവും ഞാൻ ബോധമില്ലാതെ കിടക്കായിരുന്നു. അമ്മ പോയ പോലെ എന്നെ തനിച്ചാക്കി അവളും പോയി. സാരമില്ല, നിനക്ക് മറ്റൊന്നാവും വിധിച്ചിട്ടുള്ളത്. ആ വിധിക്ക് കാത്തു നിൽക്കാൻ സമയമില്ലാത്തോണ്ടാ അമ്മയുടെ അവളുടെ നടുക്ക് ഒരു നക്ഷത്രമായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിപ്പോൾ ഇങ്ങനെ ആരാ? നമ്മൾ അവിടെ വെച്ച് കണ്ട ഡ്രൈവർ അല്ലേ? ഓ, അയാളെ കൊണ്ട് ഞാൻ തോറ്റു. വൈ ദിസ് പ്രൊഫഷൻ? അല്ല, എന്തിനാ ഈ ജോലി? നിന്റെ 9ാം ക്ലാസ് സമയം നിനക്ക് ഓർമ്മയുണ്ടോ? ഉയ്യോ, ഉണ്ടോന്നോ? പാടത്തെ ക്രിക്കറ്റ് കളിയും ഓട്ടവും ചാട്ടവും ബഹളവും എന്തൊക്കെ രസമായിരുന്നു. ഞാനൊന്നൊരു കുട്ടിയുടെ അമ്മയാ. പ്രായത്തിൻ്റെ അറിവില്ലായ്മയാണോ? അറിയില്ല. അല്ല, തിരിച്ചറിയാനുള്ള പക്വതയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ വേലി ചാടിയാ മോള് മതിൽ ചാടുമെന്നുള്ള പല്ലവി വേറെ. എന്തായാലും അതോടുകൂടി പഠിത്തത്തിന്റെ കാര്യം ഒരു തീരുമാനമായി. പറക്കമിട്ടാത്തൊരു കൈക്കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന എന്നെ ആര് നോക്കാനാ? അടുത്തേക്ക് വന്ന ഓരോ കണ്ണിലും ഞാൻ കണ്ടത് കാമം മാത്രമാണ്. എന്റെ ഗതി എന്റെ കൊച്ചിന് വരരുതെന്ന് കരുതി 19 കൊല്ലം. അമ്മ ഏതോ പാക്കിംഗ് കമ്പനിയിൽ രാത്രി ജോലിക്ക് പോകുന്നു, അത്രയൊക്കെ അറിയൂ. ഇപ്പോഴും
ഒരു ദിവസം ഹോസ്റ്റലിൽ നിന്ന് എൻ്റെ കൊച്ചെന്നെ വിളിച്ചു. എന്നിട്ടൊറ്റ ചോദ്യം, ഒരമ്മ പടുത്തുയർത്തിയ 19 കൊല്ലത്തെ കള്ളം ഒരൊറ്റ ചോദ്യത്തിൽ തീർന്നു കിട്ടി. കൂടെ എൻ്റെ കൊച്ചു. അതെ, ഞാൻ സൂത്രം കാണിക്കാം. ചെയ്യാൻ പറ്റുമോ? എന്താ? കൈ ഇങ്ങനെ പിടിച്ചേ. ആ, വലത് കൈയുടെ തള്ളവിരലും ഇടത് കൈയുടെ ചൂണ്ടുവിരലും ഒന്നിച്ച്. അതുപോലെ തന്നെ ഇതും ഇതും ഒന്നിച്ച്. ഒന്നോടെ ഒരു 1 2 3 സ്റ്റാർട്ട്. 1 2 1 2 1. എന്താ ഇത്? ഇതെനിക്ക് അവൾ പഠിപ്പിച്ചു തന്നാ. നമുക്ക് ഒരുപാട് വലിയ വിഷമം വരുമ്പോൾ ഇത് ചെയ്താൽ മതി, സെറ്റാവും. അങ്ങനെയാണെങ്കിൽ നിന്റെ വിഷമം മാറ്റാൻ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. എന്താ? ആ ചേട്ടൻ തന്നെയാണല്ലോ. നീ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. അല്ല, അപ്പൊ എനിക്കെന്താ തരാന്ന് പറഞ്ഞത്? ഇതിലുണ്ട്, നീ എടുത്തോ. ആ, എടാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സമയം വേണം. നിന്റെ സമയത്തിന് കാത്തുക ഒരാളില്ലേ, കവലയിൽ കട നടത്തുന്ന നിന്റെ അപ്പൻ അയ്യപ്പൻ. അയാളോട് ചെന്ന് പറ നിന്റെ സമയത്തിന്റെ കണക്കൊക്കെ. നാളെ എൻ്റെ സമയം ഞാൻ പറയുന്ന സ്ഥലം. എടി, നമ്മുടെ പഴയ വിനുസാറില്ലേ, അയാൾക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ എനിക്ക് പറ്റില്ല, എന്നെ ഒന്ന് വെറുതെ വിട്. അതിനുള്ളിൽ ഒരു സമാധാനം ഇല്ലാഞ്ഞിട്ടാ ബാഗും തൂക്കി ഞാൻ ഈ രാത്രി മുഴുവൻ ഇവിടെ നടക്കുന്നത്. നീ ചെല്ല്. കണ്ണടയ്ക്കുമ്പോ എന്റെ കൊച്ചിന്റെ മുഖം മനസ്സ് നിറയും. അതൊന്ന് മാറട്ടെ. നീ നിന്റെ കൊച്ചിന്റെ കേസ് എന്നോട് ഡീ. പതിയെ 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 കനവിനരികിൽ ഒരു നാൾ എന്നോ വന്നു നീ. ഹോയ് മിഴികൾ മൊഴിയും ഇടയിൽ പ്രണയം പറയേ തമ്മിൽ എന്നോ ജീവനായി എൻ മനമേ. നിമിഷത്തിലും കാത്തിരിക്കയായി സഖി നിനക്കായി ഞാൻ. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ?
അതെന്താണെന്നറിയോ? എൻ്റെയും നിൻ്റെയും അമ്മയുടെ പേര് സെയിമ, സ്മൃതി.